Hi dears, welcome to HandEmbroidery. ഇന്ന് നമ്മൾ റോക്കോട്ടിൻ്റെ ഫാബ്രിക്കിൽ ഒരു യോക്ക് എംബ്രോയിഡറി ഡിസൈനാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വൈറ്റ് കളറിലെ പേൾസും കൂടെ വേണം. അപ്പോൾ ഈ ഒരു സിൽക്ക് ത്രെഡ് ഈ ഒരു പേളും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പാറ്റേൺ ഒന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ നമുക്ക് നെക്കിൻ്റെ അളവ് വേണ്ടത് അത്രയും നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മളൊന്ന് കണ്ടുപിടിക്കുക. അപ്പം മുകളിലും താഴെയും സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചിട്ട് ആ സെൻറ്ററിന് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും എത്ര ഇഞ്ചാണോ വേണ്ടത് ജസ്റ്റ് മാർക്കൊന്ന് ചെയ്ത് കൊടുക്കുക. ആ ഒരു റൗണ്ട് നെക്കിൻ്റെ ഭാഗത്തേക്ക് അവിടുന്ന് സെൻറ്ററിന് നേരെ എത്ര ലെങ്താണോ നമുക്ക് യോക്കിൻ്റെ ഭാഗത്തേക്ക് വേണ്ടത് അവിടെ ഒന്ന് പോയിൻ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ലെഫ്റ്റും റൈറ്റും അടയാളപ്പെടുത്തിയില്ലേ, ആ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു താഴെയുള്ള ആ ഒരു പോയിൻ്റ് ഇട്ട ഭാഗത്തേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വരയ്ക്കുമ്പോൾ നമ്മൾ മെറ്റീരിയലിലേക്കൊക്കെ ട്രേസ് ചെയ്ത് വരയ്ക്കുമ്പോൾ നന്നായിട്ട് വരയ്ക്കണം, വൃത്തിയായിട്ട് വരയ്ക്കണം. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒരു മോഡൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് കാണിച്ചു തരുവാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനകത്തൂടി ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് കൊടുത്തിട്ട് നമ്മളിതുപോലെ ഒരു ബോക്സ് പോലെ ഒരു എന്താ പറയുക 2 ലൈനാക്കി ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുള്ളത് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് റൗണ്ട്സൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഫ്ലവേഴ്സാണ് വരുന്നത് കേട്ടോ. ഫ്ലവേഴ്സ് ഫുള്ളായിട്ട് നമ്മളുടെ ആ ഒരു 1 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയ ആ ഒരു ലൈൻ 2 ലൈനിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്താ പറയുക ഫ്ലവേഴ്സ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടോ, കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അവിടെയൊക്കെ ഇതാ നമ്മൾ ഈ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് ബീഡ്സ് വരാൻ വേണ്ടിയാണ് നമ്മൾ പോയിൻ്റ് ഇട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓരോ പോയിൻറ്റിൻ്റെയും അളവൊന്നും എടുത്തിട്ട് വേണം നമ്മൾ വരച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഞാനൊന്ന് വരച്ച് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കണം. നമ്മൾ റൗണ്ട്സും അതുപോലെ തന്നെ ഇതിനകത്തുള്ള ആ ഒരു പോയിൻറ്റ്സ് ഉള്ള ഭാഗമൊക്കെ നമ്മൾ ബീഡ്സൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ മെറ്റീരിയലിലേക്ക് ഇതൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട്സ് ഉള്ളിടത്തൊക്കെ നമുക്ക് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ ഒരു സ്കൈ ബ്ലൂ കളറിലെ ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു 12 സ്ട്രാൻഡ്സിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ റൗണ്ടിന് ചുറ്റും നമുക്ക് റിങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ പെറ്റൽസായിട്ട് നമുക്ക് റിങ്ങോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ബ്ലൂ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സിൽക്ക് ത്രെഡ് ഒരു 12 സ്ട്രാൻഡ്സിൽ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 6 സിൽക്ക് ത്രെഡ് 6ആയിട്ട് മടക്കി എടുക്കുക. സിൽക്ക് ത്രെഡിനെ അതിനെ നമ്മൾ നീഡിലേക്ക് കോർത്തിട്ട് 2ആയിട്ട് വീണ്ടും മടക്കുക. അപ്പം നമുക്ക് 12 സ്ട്രാൻഡ്സിൽ നമുക്ക് നീഡിൽ ത്രെഡ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ സ്ട്രാൻഡ്സ് കണക്കിന് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3 സ്ട്രാൻഡ്സ് ത്രെഡ് എടുത്തിട്ട് അതിനെ 2ആയിട്ട് മടക്കുമ്പോഴാണ് നമുക്ക് 6 സ്ട്രാൻഡ്സ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ ഇങ്ങനെയാണത് ചെയ്തു പോകുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ആ ഒരു റൗണ്ട്സിന് ചുറ്റും നമുക്ക് റിങ്ങോട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ ചുറ്റിനും, അതായത് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഗ്യാപ്പുള്ള ഭാഗത്ത് നമുക്കതുപോലെ റിങ്ങോട്ട് തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ബീഡ്സ് സെൻറ്ററിൽ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റിനും റിങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ ഫുള്ളായിട്ട് തന്നെ അങ്ങ് ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് അങ്ങ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ ഒരു ബ്ലൂ കളർ വെച്ച് ചെയ്തു. ഇനി അതിൻ്റെ സൈഡിലുള്ള ആ ഒരു ഭാഗവും ഈ ഒരു ബ്ലൂ കളറിലെ ത്രെഡിനെ എടുക്കുക. അടുത്ത 2 റൗണ്ട്സ് ഉള്ള ഭാഗത്ത് ഗ്രീൻ കളറിലെ ത്രെഡോ അല്ലെങ്കിൽ റെഡ് കളറിലോ കൊടുക്കുക. അങ്ങനെ മാറ്റി മാറ്റി നമുക്ക് ആ ഒരു പോർഷൻ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള കളേഴ്സ് ത്രെഡ്സൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗമെല്ലാം ഫില്ല് ചെയ്ത് നമ്മൾക്ക് ഇങ്ങനെ കൊടുത്താൽ മതി. ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ ഒരു പോയിൻറ്റ്സ് ഇട്ടുള്ള ഭാഗം അവിടെയെല്ലാം നമുക്ക് ഈ ഒരു നമ്മുടെ പേള് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലെ ബാക്കിയും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഫൈനൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്.
ഇതുപോലെ ബീഡ്സും അതുപോലെ ത്രെഡ്സും ഒക്കെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ചെയ്തതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പുള്ള ഭാഗമൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ നമുക്ക് ഈ ഒരു സ്മോൾ ബീഡ്സൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു.